കേരളം വലിയ തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് പോകുമ്പോൾ അഴീക്കോട് മണ്ഡലത്തിലും ഏറ്റവും വലിയ ആവേശം തന്നെയാണുള്ളത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDF പിടിച്ചെടുത്ത അഴീക്കോട് മണ്ഡലം വലിയ വികസന പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ ആകെ മനം കവർന്ന MLA KV സുമേഷ് വീണ്ടും വലിയ ഭൂരിപക്ഷം ഉയർത്തി ഈ മണ്ഡലം നിലനിർത്തും എന്ന് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യ മിനിറ്റുകൾ തന്നെ പ്രഖ്യാപിക്കുന്നത്. ഇതേ പ്രചരണത്തിൽ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഉണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. വലിയ ആവേശമാണ് അഴീക്കോട്. കേരളത്തിൽ എല്ലാ സ്ഥലത്തും വലിയ ആവേശത്തിലാണ് LDF പ്രവർത്തകർ. ജനങ്ങളാകെ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ സ്ഥാനാർത്ഥി നിർണയങ്ങൾ കേട്ടതും കണ്ടതും ആസ്വദിച്ചത്. അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ സഖാവ് KV സുമേഷ് നല്ലൊരു ഭരണകർത്താവായിരുന്നു എന്നുള്ളത് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് 5 വർഷക്കാലം പ്രവർത്തിച്ചു. ഈ കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഈ കണ്ണൂർ ജില്ലയെ തന്നെ ആകെ വികസിപ്പിക്കാൻ തൻ്റെ കഴിവുകൾ പ്രയോഗിച്ചുകൊണ്ട് ഈ കണ്ണൂർ ജില്ലയെ മാറ്റി തീർക്കാൻ ശ്രമിച്ച ഭരണപരമായ കഴിവുകൾ നല്ലതുപോലെ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു ഉത്തമനായിട്ടുള്ള പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ അഴീക്കോട് മണ്ഡലത്തിൽ മത്സരിച്ചു. അഴീക്കോട് മണ്ഡലത്തിൽ UDF-നെ ദയനീയമായി പരാജയപ്പെടുത്തിക്കൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിച്ചു. അദ്ദേഹം വിജയിപ്പിച്ചതിന് ശേഷമുള്ള 5 വർഷക്കാലം എത്രമാത്രം മാറ്റങ്ങളാണ് ഉണ്ടായത്. നിങ്ങളിന്ന് ഈ പുതിയ തെരു നോക്കൂ. നമ്മുടെ അപ്പുറം കടന്നാൽ വളവട്ടണം പാലത്തിനപ്പുറമൊക്കെ എത്രമാത്രം ട്രാഫിക് പ്രശ്നങ്ങളായിരുന്നു, എത്രമാത്രം ജനങ്ങൾ പ്രയാസം അനുഭവിച്ചിരുന്നു. ആ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഇടപെട്ട് ഏറ്റവും ശാസ്ത്രീയമായി, ഏറ്റവും ചിലവൊന്നുമില്ലാതെ തന്നെ യാത്രാ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പ്രവർത്തന രംഗത്ത് മാതൃക കാണിച്ചിട്ടുള്ള ഏറ്റവും ഉത്തമനായിട്ടുള്ളൊരു നിയമസാമാജികനാണ്. ഈ മണ്ഡലമാകെ നിങ്ങൾ സഞ്ചരിച്ചാൽ എല്ലാ റോഡുകളും ഏറ്റവും മെച്ചപ്പെട്ടതാക്കി. റോഡുകൾ, പാലങ്ങൾ, ഇപ്പോഴതാ കല്ലൂരിക്കടവ് പാപ്പിനിശ്ശേരി പാലം നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലാണ്. ഒട്ടനവധി പാലങ്ങൾ, റോഡുകൾ, സ്കൂളുകൾ, കോളേജുകൾ ഒക്കെ മെച്ചപ്പെടുത്തിയെടുക്കാൻ ഏറ്റവും വലിയ സംഭാവനകൾ നൽകി പ്രവർത്തിച്ച ആളാണ്. ഈ മണ്ഡലത്തിൻ്റെ മാത്രമല്ല കണ്ണൂരിൻ്റെ ആകെ വികസനങ്ങളിൽ തൻ്റെ കഴിവ് പ്രകടിപ്പിച്ച അത്തരത്തിലുള്ളൊരു നേതാവിനെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു തുടർ ഭരണം കേരളത്തിലുണ്ടാകും. 5 വർഷക്കാലത്തെ ഭരണം, അതിൻ്റെ തുടർച്ചയായിരുന്നു പിന്നീട് വന്ന 5 വർഷം. അതുകൊണ്ട് ഇവിടെ ഒരു പദ്ധതികളും മുടങ്ങാതെ നടന്നു. ജനങ്ങൾക്ക് അവിടെ പ്രശ്നങ്ങൾ പറയാനും അവയ്ക്ക് പരിഹാരമുണ്ടാക്കാനുമുള്ളൊരു സംവിധാനമുണ്ടായി. ഒരു തുടർ ഭരണത്തിലൂടെ മാത്രമേ ഇത് സാധിക്കൂ. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ എന്ന നില വന്നപ്പോൾ ഇവിടെ വികസനം മുഴുവൻ മുരടിക്കുകയായിരുന്നു. ആ മുരടിപ്പിൽ നിന്ന് വികസനത്തിലേക്ക് നയിച്ച ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നമ്മുടെ ഏറ്റവും പ്രശസ്തമാണ് അഴീക്കൽ ഫെറിയിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കൂ. എത്രമാത്രം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്. നമ്മുടെ ടൂറിസം മേഖലയിൽ നമ്മുടെ മണ്ഡലത്തിൻ്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങൾ, ചാലിൽ പ്രദേശങ്ങൾ എത്രമാത്രം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ നാടിൻ്റെ ഒരു വരുമാന മാർഗമാവുകയാണ്. പുതിയ ഹോട്ടലുകളും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളും വളർന്നു വരികയാണ്. ഇതെല്ലാം വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇനിയും ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള ഫലപ്രദമായ പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് സഖാവ് KV സുമേഷ്. ഇനിയും ഇതുപോലെ ഇപ്പോൾ മാഗ്നറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയും ഇതുപോലെ ധാരാളം ഹോട്ടലുകൾ, വ്യാപാര കേന്ദ്രങ്ങൾ, തൊഴിൽ മേഖലകൾ, വ്യാപാരങ്ങളോടൊപ്പം തന്നെ കച്ചവട കേന്ദ്രങ്ങൾ, തൊഴിലാളികൾക്കും കൃഷിക്കാർക്കുമുള്ള മെച്ചപ്പെട്ട ജീവിതങ്ങൾ എല്ലാം സംഭാവന ചെയ്യാൻ കഴിയത്തക്ക നിലയിലുള്ള നയങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വികസനോന്മുഖമായ കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതാണ് സഖാവ് KV സുമേഷ്. അഴീക്കോടിനൊപ്പം തന്നെ കേരളത്തിൽ മുഴുവൻ ഒരു ഇടത തരംഗം അത് തന്നെയാണ് ഈ ആദ്യ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പാടുള്ള ആ ഒരു ആവേശ പ്രവർത്തകരുടെ കാണുന്നത്. ഇന്ന് നിങ്ങൾ മാധ്യമക്കാർ കേരളം മുഴുവനും ഒരാകാശത്തിലൂടെ ഒരു ദൃശ്യങ്ങൾ നോക്കൂ. എല്ലാ തെരുവുകളിലും 10,000-ങ്ങളാണ്. പ്രഖ്യാപനം കേട്ട ഉടനെ ഇടതുപക്ഷ മുന്നണി വരണം, അധികാരത്തിൽ വരണം, കേരളത്തെ രക്ഷിക്കണം, കേരളം വികസിക്കണം, ഈ സന്ദേശം ഉയർത്തിക്കൊണ്ട് നാട് മുഴുവൻ ഇന്നൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണിപ്പോൾ. നിങ്ങൾ ഇവിടെ തന്നെ നോക്കൂ. സഖാവ് സുമേഷിൻ്റെ ഓഫീസിലേക്ക് ഇവരെല്ലാം ഓടിച്ചാടി വരികയാണ്. സഖാവ് നമ്മുടെ സ്ഥാനാർത്ഥിയായി എന്ന് സന്തോഷപൂർവ്വം വിളിച്ചു പറയുകയാണ്. അങ്ങനെയാണ് ഒരു മഹാപ്രവാഹമായി ഇവിടെ എത്തിയത്, ഈ ആഘോഷമുണ്ടായത്. അപ്പോൾ അതിന് സഖാവ് സുമേഷും പ്രകാശം മാഷും എല്ലാം കൂടി ചേർന്ന് അതിന് നയിച്ച്
ഈ രൂപത്തിൽ ഒരു നല്ല പരിപാടിയായി മാറ്റി തീർത്തു. അതാണ് ജനങ്ങൾ അറിഞ്ഞ് ഓടിക്കൂടുകയാണ്, ഓഫീസിലേക്ക് വരികയാണ് അഭിവാദ്യം അർപ്പിക്കാൻ, വിജയാശംസകൾ അർപ്പിക്കാൻ. അതാണ് സുമേഷ്. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ കിടക്കുന്ന അഴീക്കോട് ജനതയുടെ പ്രിയപ്പെട്ട നിയമസമാജികൻ, MLA, സംരക്ഷകൻ, എന്നും ഞങ്ങളോടൊപ്പമുള്ള ഒരാൾ, ഞങ്ങളെ എന്നും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഞങ്ങൾക്കൊരു സുരക്ഷിതത്വം നൽകുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാണ് സുമേഷ്. ആ സുമേഷ് ജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് CPM, CPI, RJD അതുപോലുള്ള പാർട്ടിയിൽപ്പെട്ട മുന്നണിയിലെ ഘടക പാർട്ടികൾ മാത്രമല്ല, എല്ലാ പാർട്ടിയിലും പെട്ടവരുണ്ട്. ഇതിൽ ഈ പ്രവാഹത്തിലുണ്ട്. ഒരു പാർട്ടിയിലും പെടാത്തവരുണ്ട്, വ്യത്യസ്ത പാർട്ടിക്കാരുണ്ട്. സുമേഷ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരെല്ലാം അണിനിരക്കുകയാണ്, ആഹ്ലാദപൂർവ്വം ഈ സ്ഥാനാർത്ഥിത്വത്തെ വരവേൽക്കുകയാണ്. ഏതായാലും സുമേഷിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ വലിയ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. വികസന തുടർച്ചയ്ക്ക് വേണ്ടി പാർട്ടി വീണ്ടും ആ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി? സന്തോഷകരമാണ്. തീർച്ചയായും LDFിൻ്റെ വിജയം, അഴീക്കോട് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. നല്ല വികസന പ്രവർത്തനങ്ങൾ കൂട്ടായി എല്ലാവരും ചേർന്നാണ് നടത്തിയത്. നല്ല ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ ഇത്തവണ ജനങ്ങളുടെ വലിയ പിന്തുണയോടുകൂടി ഞങ്ങൾക്ക് അഴീക്കോട് ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇന്നലെ നേതാക്കന്മാർ മാത്രമല്ല പ്രവർത്തകരെല്ലാം ഉണ്ട്, അവരോടും കൂടി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്താണ് സുമേഷ് ഏട്ടൻ്റെ സ്ഥാനാർത്ഥിത്വം? സുമേഷ് ഏട്ടൻ വരണം. സുമേഷ് ഏട്ടൻ വരണം എന്ന് നമ്മുടെ ജനങ്ങൾ, അഴീക്കോടിൻ്റെ ജനത ഒട്ടാകെ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അത് ഇന്ന് നമുക്ക് നടപ്പിലായി കിട്ടി. സുമേഷ് ഏട്ടനെ അഴീക്കോടിൻ്റെ ആ കട്ടച്ചുവപ്പോടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ വിജയിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കും. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. പ്രകാശ് മാഷേ, വലിയ ഭൂരിപക്ഷം വർദ്ധിക്കും ഇത്തവണ ചരിത്ര ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നിട്ടുള്ള ഈ റാലി. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏതെങ്കിലും ഒരു മുന്നണി മാത്രമാണ് സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അഴീക്കോട് മണ്ഡലത്തിലെ മുഴുവൻ ജനതയ്ക്ക് സ്വീകാര്യനായിട്ടുള്ള ഒരാളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കാനായിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനകരമാണ്, സന്തോഷകരമാണ്. ഉജ്ജ്വലമായ വിജയം തീർച്ചയാണ്. മറ്റൊരു യുവനേതാവ് TV രാജേഷ് ഉണ്ട് പ്രചരണത്തിനെല്ലാം നേതൃത്വം കൊടുക്കാൻ തന്നെ മുൻനിരയിൽ. എങ്ങനെയാണ് അഴീക്കോട് ഇത്തവണ? അഴീക്കോട് കഴിഞ്ഞ തവണ അഴീക്കോട് പിടിച്ചെടുത്ത് സുമേഷ് ചരിത്രം സൃഷ്ടിച്ചു. ഇത്തവണ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ ചരിത്രം സൃഷ്ടിക്കുന്ന MLA ആയിരിക്കും KV സുമേഷ്. ഏതായാലും മുതിർന്ന നേതാക്കളോടും കൂടി നമുക്ക് ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് അഴീക്കോട് ഇത്തവണ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാമതും അധികാരത്തിൽ വരുന്നതിൽ അതിന് മുഖ്യമായ പങ്ക് വഹിക്കാൻ അഴീക്കോട് അസംബ്ലി MLA ആയി സഖാവ് സുമേഷ് ഇത്തവണ ഭൂരിപക്ഷത്വം വർദ്ധിപ്പിച്ചുകൊണ്ട് വരാനാണ് പോകുന്നത്. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് അഴീക്കോട് മണ്ഡലം ഒന്നടങ്കമുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരെല്ലാം തന്നെ ഒരു ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നു, ഇടത് തരംഗം ആഗ്രഹിക്കുന്നു. അതിൻ്റെ ആവേശമാണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. സുമേഷിന്റെ വിജയമുറപ്പിച്ച രീതിയിൽ തന്നെയാണ് ആദ്യ മിനിറ്റുകളിലെ പ്രചരണം.